രാജ്യവിരുദ്ധ ശക്തികളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ അതിലുള്ള പ്രധാന പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് എന്ന ആരോപണം നേരത്തെ തന്നെയുണ്ട്. അതിപ്പം വീണ്ടും വീണ്ടും വ്യക്തമാവുകയാണ്. കാരണം അത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള ഖാർഗെ പോലുള്ള നേതാക്കളൊക്കെ മഹാകുംഭമേളയൊക്കെ ഏത് രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അധിക്ഷേപിച്ചത് എന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ആയിരുന്നു അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല സോണിയാഗാന്ധി രാഷ്ട്രപതിയെക്കുറിച്ച് അവർ പറഞ്ഞ അവഹേളിക്കുന്നു. കാര്യം, അവഹേളിക്കുന്ന കാര്യം. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് അപ്രസക്തമാവുകയല്ലേ ഇന്ത്യയിൽ നിന്ന്? അങ്ങനെ ഒരു പാർട്ടിയുടെ തന്നെ നിലവിൽ ഇന്ത്യയിൽ ആവശ്യമില്ല എന്ന് ഒരുപാട് സ്ഥലത്ത് നിന്ന് അഭിപ്രായങ്ങൾ വന്നു തുടങ്ങി. അല്ല, യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ച പ്രസ്ഥാനമൊന്നും അല്ല. അത് പിൽക്കാലത്ത് മഹാത്മാഗാന്ധിയുടെയും ലോകമാന്യ ബാലഗംഗാധര തിലകൻ്റെയൊക്കെ കോൺഗ്രസ്സിലേക്കുള്ള ആവിർഭാവത്തിന് ശേഷം മാത്രമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാകുന്നത്. ഇതിൻ്റെ തുടക്കം അങ്ങനെയായിരുന്നില്ല. തുടക്കം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ ഭരിക്കാൻ വേണ്ടിയിട്ട് അവരാരംഭിച്ച് അതിൻ്റെ സ്ഥാപകൻ ഹ്യൂമാണ്, അല്ലെങ്കിൽ ഒക്ടേവിയൻ ഹ്യൂം എന്ന് പറയുന്ന സായിപ്പണൻ്റെ സ്ഥാപകൻ. അതിൻ്റെ ഉദ്ദേശം പ്രധാനമായിട്ട് ഇവിടെ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഒരു സേഫ്റ്റി വാൽവാണ്. അതായത് ബ്രിട്ടീഷുകാർ ചെയ്യുന്ന മുഴുവൻ ശരിയാന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരുപറ്റ ആളുകളെ സൃഷ്ടിക്കുക. ആ ദൗത്യം അവർ അതിഭംഗിയായിട്ട് അവർ നിർവഹിച്ചിട്ടുണ്ട്, എക്കാലത്ത് നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സായിപ്പുണ്ടായ നമ്മൾ സാധാരണ കോൺഗ്രസ്സുകാരെ കുറിച്ച് പറയാറില്ലേ, എല്ലാ പ്രസ്ഥാനത്തിനും സംസ്ഥാന സമ്മേളനം, അഖിലേന്ത്യാ സമ്മേളനം, ബൂത്ത് സമ്മേളനം വരെ നടക്കുന്ന സമയത്ത് ആ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ്റെ ഫോട്ടോ വയ്ക്കാറുണ്ട്. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ 1985 ഇത് ആരംഭിക്കുന്ന സമയം തുടങ്ങിയിട്ട് ഇന്നേ വരെയുള്ള ഒരു 140 വർഷക്കാലത്തെ ചരിത്രത്തിനിടയ്ക്ക് ഏതെങ്കിലും കാലഘട്ടത്തിൽ കോൺഗ്രസ്സുകാരൻ അതിൻ്റെ സ്ഥാപകൻ്റെ സ്വന്തം പിതാവിൻ്റെ പടം വയ്ക്കാൻ മടിക്കുന്നൊരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. കാരണം കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ അവജ്ഞ, ദേഷ്യം, സങ്കടമൊക്കെ വരുന്ന പിതാവിൻ്റെ പേര് കേൾക്കുന്ന സമയത്താണ്. അത് സ്വതവേ കോൺഗ്രസ്സുകാർക്ക് സ്വാഭാവികമാണത്. കാരണം അവർക്ക് അച്ഛനെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ സ്വന്തമായിട്ട് ഓരോരുത്തരും അവൻ്റേതായ ചില താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഖാർഗെ പറഞ്ഞല്ലോ, കുംഭമേള വിമർശിക്കുന്നു. യഥാർത്ഥത്തിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ 1915 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് കുംഭമേളയിൽ നിന്നാണ്. അത് പ്രയാഗ്രാജിൽ നിന്നല്ല ആരംഭിച്ചത്, അത് ഹരിദ്വാറിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഏകദേശം 17.5 ലക്ഷം പേരാണ് ആ മഹാകുംഭമേളയിൽ പങ്കെടുത്തതെന്ന്. അന്ന് 17.5 എന്ന് പറഞ്ഞ വലിയ നമ്പറാണ്. അത് കണ്ടിട്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്, എനിക്കിതിൻ്റെ വിശ്വാസമുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം, പക്ഷേ 17.5 ലക്ഷം വരുന്ന ആളുകൾ ഇതിനെ വിശ്വസിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത്രയ്ക്കും അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി അവിടെ താമസിച്ച്, അന്ന് ഗോഖലെയുടെ അടക്കമുള്ള ചില ആളുകൾ അവിടെ സേവന പ്രവർത്തനത്തിലുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി സേവന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പങ്കെടുത്തതാണ്. അതുകൊണ്ട് കുംഭമേളയ്ക്ക് മഹാത്മാഗാന്ധി എക്കാലത്തും ജീവിതത്തിൽ വലിയൊരു സ്ഥാനം അദ്ദേഹം കൊടുത്തിരുന്നു. അതിൽ ആരോ പറയുന്നതിന് മോക്ഷം കിട്ടും എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. പക്ഷെ അദ്ദേഹത്തെ പോലും കോൺഗ്രസ്സുകാർ തെറ്റിദ്ധരിപ്പിച്ചു. അവിടെയുള്ള സന്യാസിമാരെ കുറിച്ച്, ആ സന്യാസിമാർ മുഴുവൻ ആഡംബരപ്രിയരാണ്. എൻ്റെ കഷ്ടമുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുംഭമേളയ്ക്ക് ഒരു വട്ടെങ്കിലും പോയിട്ടുള്ളവർക്കറിയാം എന്താണ് സന്യാസിമാർ ആഡംബരം എന്നുള്ളത്. അവിടെ ജീവിക്കുന്നത് സാധാരണ മണൽപ്പരപ്പിൽ കിടന്നുറങ്ങുന്നു. അവർ വേഷവിധാനങ്ങളൊന്നും അവർ സംബന്ധിച്ചില്ല. ഈ സായിപ്പിൻ്റെ സൂട്ടും കൂട്ടൊന്നും ഖാർഗയുടെ വേഷവിധാനങ്ങളൊന്നും അവർക്കില്ല. അവർ അല്പവസ്ത്രധാരികളാണ്. നാമമാത്രമായിട്ടുള്ള ഭക്ഷണം മാത്രമാണ് അവർ കഴിക്കുക. എന്ന് മാത്രമല്ല, നമ്മുടെ ചില പത്രപ്രവർത്തകർക്ക് അവർ ചോദിച്ചപ്പോഴാണ്, ഞാൻ മുംബൈ IIT നിന്നാണ് പാസ്സായത്, ഞാൻ ചെന്നൈ IIT നിന്നാണ് പാസ്സായത്, ഞാൻ കാൺപൂരിൽ നിന്നാണ്, ഗോരഖ്പൂരിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞത്. ഈ പറയുന്ന സന്യാസിമാരെല്ലാം വലിയ വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ 8ാം ക്ലാസ്സും കുസ്തിയൊന്നും പഠിച്ച് പാസ്സായിട്ടുള്ളവരൊന്നുമല്ല, നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരമുള്ള ആളുകളെ കോൺഗ്രസ്സിന് ഒരു കാലത്തും അംഗീകരിക്കാൻ സാധ്യമായിട്ടില്ല. കോൺഗ്രസ് കഴിവുള്ള ആളുകൾ മുഴുവൻ ഇന്ത്യയിൽ നിന്ന് ആട്ടിപ്പായിച്ചിട്ടുണ്ട് കാലത്തും. ഞാൻ നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, പാകിസ്ഥാനിലെ ആദ്യത്തെ നിയമവകുപ്പ് മന്ത്രിയുടെ പേര് യോഗേന്ദ്രനാഥ് മണ്ഡൽ എന്നാണ്. ഈ യോഗേന്ദ്രനാഥ് മണ്ഡലിനെ കോൺഗ്രസ്സുകാരെ തിക്കിപ്പെടുന്ന് പുറത്താക്കിയതാണ്. അങ്ങനെ ഇവിടെയുള്ള അംബേദ്കറെ പോലെ തന്നെ, പക്ഷേ അംബേദ്കർ ഇന്ത്യയിൽ പിടിച്ചു നിന്ന സമയത്ത് യോഗേന്ദ്രനാഥ് മണ്ഡൽ ഇന്ത്യയിൽ പിടിച്ചു വെക്കാൻ സാധ്യതയില്ല. ഇവിടെയുള്ള അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൂടി കൂട്ടിയിട്ട് അവരെ മുസ്ലിം ലീഗിൽ ചേർത്ത് പിന്നോക്ക സമുദായക്കാരുടെ പ്രസ്ഥാനമാണ് ലീഗെന്ന് തെറ്റിദ്ധരിച്ച് പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്ത് അവിടെ എത്തിയിട്ട് അവിടെ ആദ്യത്തെ പാകിസ്ഥാൻ്റെ നിയമകാര്യ വകുപ്പ് മന്ത്രിയായുള്ള ആളാണ് യോഗേന്ദ്രനാഥ് മണ്ഡൽ. പക്ഷേ അദ്ദേഹത്തിന് ഏകദേശം 2 കൊല്ലക്കാലത്തോളം കൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റി, പാകിസ്ഥാൻ്റെ അവസ്ഥ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റി. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 1950 അദ്ദേഹം അവിടെ പാകിസ്ഥാൻ വിട്ടു. അദ്ദേഹം പാകിസ്ഥാൻ വിട്ട് ഇന്ത്യയിൽ അഭയം പ്രാപിച്ചു. 1968 അദ്ദേഹം കൽക്കട്ടയിൽ കിടന്നിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ഇത് പറയാൻ കാരണം,
കോൺഗ്രസ് എക്കാലത്തും പിന്നോക്ക സമുദായങ്ങളെ വളരെയധികം ദ്രോഹിച്ചിട്ടുണ്ട്. അവർ ഇന്ത്യയിൽ നിന്ന് ആട്ടിപ്പായിക്കാനുള്ള വലിയൊരു പരിശ്രമം നടത്തിയിട്ടുണ്ട്. അക്കാര്യത്തിൽ നെഹ്റു കുടുംബത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. ആ കുടുംബത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഒരിക്കലും ഇന്ത്യ ആയിരുന്നില്ല അവരുടെ ലക്ഷ്യം. അവരുടെ എക്കാലത്തെ ലക്ഷ്യം അവരുടെ കുടുംബത്തിൻ്റെ സംരക്ഷണം മാത്രമാണ്. അതുകൊണ്ടാണല്ലോ നേരത്തെ പറഞ്ഞ മാതിരി സോണിയാഗാന്ധി ആരെയൊക്കെയാണ് വിമർശിക്കുക? അതെ, ഇന്ത്യൻ രാഷ്ട്രപതി വിമർശിക്കുന്നു. എന്താ കാരണം? അവരുടെ നിറം കറുപ്പാണ്. അത് സോണിയാഗാന്ധി എന്ന് പറയുന്ന സ്ത്രീക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. ഈ മകൻ രാജ്യത്തെ വിമർശിക്കുന്ന ആള്, മറ്റധികം ഖാർഗെ ഇതിൻ്റെ കുംഭമേള വിമർശിക്കുന്ന ആള്, അങ്ങനെ ഇന്ത്യ താല്പര്യമുള്ള മുഴുവൻ കാര്യങ്ങളെയും ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. എല്ലാ രാജ്യങ്ങളും സ്വന്തമായിട്ടുള്ള രാജ്യത്തിന് താല്പര്യം കൊടുക്കുകയാണ്. ഇപ്പം അമേരിക്കയിൽ പുതിയ നിയമം എന്താ? അവിടെ കുടിയേറ്റക്കാരായിരിക്കുന്ന ആളുകളെ എതിർക്കുന്നു, അവിടുന്ന് ഓടിക്കാൻ പറയുന്നു. ഈ കുടിയേറ്റക്കാരെ കൊണ്ടുപോയതാരാ? ഇവിടുത്തെ കോൺഗ്രസ്സുകാരല്ലേ കൊണ്ടുപോയത്. ഈ കുടിയേറ്റക്കാരെ ഇവരെ എന്തു പറഞ്ഞ് പറ്റിച്ചാണ് കൊണ്ടുപോയിട്ടുള്ളത്? കേരളത്തിലെ ഇന്ത്യയിൽ എത്രത്തോളം ഏജൻസികളുണ്ട്? ഈ ഏജൻസി വഴി ആണല്ലോ ഇവർ ഇവിടേക്ക് പോയത്, അമേരിക്കയിലേക്ക് പോയത്. 2012 തുടങ്ങിയിട്ട് അമേരിക്കയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ആളുകൾ മുഴുവൻ ജയിലിലാണ്. ഇതെവിടുന്ന കോൺഗ്രസ്സുകാരൻ? എന്താ അന്ന് കോൺഗ്രസ്സുകാരനല്ലേ ഇന്ത്യ ഭരിച്ചത്? എന്താ അവരതിനെക്കുറിച്ച് ആലോചിച്ചില്ലല്ലോ. അവിടെ മാത്രമല്ലല്ലോ, ഇപ്പം മാലിയുടെ പുതിയ നിയമം വരുന്നുണ്ട്. മാലിയുടെ നിയമത്തിലും പറയുന്നത് കുടിയേറ്റക്കാരായിരിക്കുന്ന ആളുകൾ ഞങ്ങൾ പുറത്താക്കുന്ന പറയുന്നത്. അപ്പം ഇങ്ങനെ മാലി പുറത്താക്കുന്നു, എല്ലാ വിദേശ രാജ്യങ്ങളും കുടിയേറ്റക്കാരെ പുറത്താക്കുന്നു. കാരണം കോൺഗ്രസ്സുകാർ സാധാരണ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നത് ഇത്തരത്തിലാണ്. ഒരുപാട് ഏജൻസികൾക്ക് അനുവാദം കൊടുക്കുന്നു, അവർ വിദേശത്തേക്ക് ആളുകളെ കയറ്റിക്കൊണ്ടുപോകുന്നു, ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് പറയുന്നു. ഈ കൊണ്ടുപോകുന്ന ആളുകൾ എനിക്ക് എൻ്റെ നാട്ടിൽ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്തൊരു കൽപ്പണിക്കാരനായിട്ടുള്ള ആളുണ്ട്, സാമാന്യം കൽപ്പണിയുള്ള ആളാണ്. അപ്പോൾ അയാളോട് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഡിസംബർ വരേക്കുള്ളൂ, ഡിസംബറിൽ ഞാൻ ഇറ്റലിക്ക് പോകുമത്രേ. അപ്പോൾ എങ്ങനെ ഇറ്റലിക്ക് പോകുന്നത്? അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, എനിക്കൊരു വിസിറ്റിംഗ് വിസ തയ്യാറാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഏജൻസി. അതിന് ആകെപ്പാട് 1 ലക്ഷം രൂപ കൊടുത്താൽ മതി. ആ 1 ലക്ഷം രൂപ കൊടുത്തിട്ട് വിസിറ്റിംഗ് വിസയിൽ അവിടെ എത്തുന്ന ആൾ 3 മാസത്തെയോ 6 മാസത്തേക്കോ എയ്റ്റിംഗ് വിസ സമ്പാദിച്ച് അല്ലെങ്കിൽ ഷെങ്കൻ വിസ സമ്പാദിച്ച് അവിടെ എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നില്ല. അതിനിടയ്ക്ക് അവിഹിതമായുള്ള രീതിയിൽ അവിടെ നിന്ന് വിസ സംഘടിപ്പിക്കാമെന്നാണ് ഈ ഏജൻസ് ഇവരോട് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ സംഘടിപ്പിക്കുന്ന ആളുകളൊക്കെ നിയമവിരുദ്ധമായിട്ടാണ് ആ നാട്ടിൽ തങ്ങുന്നത്, ഇറ്റലിയിൽ തങ്ങുന്നത്, ജർമ്മനിയിൽ തങ്ങുന്നത്, അവിടെ ഫ്രാൻസിൽ തങ്ങുന്നത്, ആസ്ട്രേലിയയിലും കാനഡയിലും US-ലും തങ്ങുന്നത്, UK-യിൽ തങ്ങുന്നത്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ ആ നാട്ടുകാർ പുറത്താക്കുകയാണ്. അവർ ഇപ്പം നമ്മൾ ഏറ്റവും ദയനീയമായിട്ടുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് പോയതാണല്ലോ. അവിടെ നിന്ന് ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഏകദേശം 100-150 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് അമൃത്സറിലാണ് എത്തിയിട്ടുള്ളത്. അവരെ കയ്യിലും കാലിലും വിലങ്ങ് വെച്ചാണ് അവരെ കൊണ്ടുവന്നത്, പ്ലെയിനിൽ കൊണ്ടുവന്നത്. എത്ര ഒരു മനുഷ്യത്വ നമ്മുടെ സാധാരണ രീതിയിൽ മനുഷ്യനൊന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ അവർ ചെയ്യുവാനുള്ള പ്രധാനപ്പെട്ട കാരണം നിയമവിരുദ്ധമായിട്ട് ഇന്ത്യയിൽ നിന്ന് ആളുകളേക്ക് കയറ്റി അയക്കുന്ന പണി, ആ പണിയും കൂടിയിട്ട് കോൺഗ്രസ്സുകാർ ഒരു സമയത്ത് ഏറ്റെടുത്തിരുന്നു എന്നുള്ളതാണ്. ഇത് അത്യന്തം ഒരു നാടിനെ സംബന്ധിച്ച് അനഭലഷണീയമായിരിക്കുന്ന വസ്തുതയാണ്. അവസാനം ഇവരുടെ സ്ഥിതി എന്താണെന്നറിയാമോ? അവരവിടെ 8, 10, 13 വർഷക്കാലം US-ൽ ജയിലിൽ കിടക്കുന്നു. ഇവിടെ തിരിച്ചു വന്നിട്ട് ഇവിടുത്തെ അവസ്ഥ എന്താ? അമൃത്സറിൽ വന്നിട്ട് അവരിവിടെയും ജയിലിലാണ് കിടക്കുന്നത്. ഇവരാരും ഖാലിസ്ഥാൻവാദികളല്ല. ഇവരൊക്കെ നിയമവിരുദ്ധമായിട്ട് ആ നാട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ആളുകളാണ്. അങ്ങനെ രാജ്യമെമ്പാടും നിയമവിരുദ്ധത പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിലാണ് കോൺഗ്രസിൻ്റെ താല്പര്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പൗരത്വ ഭേദഗതി ബില്ല് വന്നു. ആ ബില്ലിനെ കുറിച്ച് ആദ്യം വേണമെന്ന് പറഞ്ഞത് കോൺഗ്രസ്സുകാരടക്കമുള്ളവരാണ്. പക്ഷേ കോൺഗ്രസ് പൗരത്വ ഭേദഗതി ബില്ല് വന്ന സമയത്ത് പൗരത്വ ഭേദഗതി ബില്ലിനെ എതിർക്കുന്നു. അത് BJP കൊണ്ടുവന്നു എന്നുള്ളതിൻ്റെ പേരിലാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള തീവ്രവാദികളായിരിക്കുന്ന ആളുകൾക്ക് ഇന്ത്യയിൽ പ്രവേശനമില്ല എന്ന് പറഞ്ഞ സമയത്ത്, അവിടെ ഇരകൾക്ക് മാത്രം ഇന്ത്യയിൽ പ്രവേശനം എന്ന് പറഞ്ഞ സമയത്ത് ഇരകളോടൊപ്പം തന്നെ വേട്ടക്കാരനും പ്രവേശനം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടവരാണ് കോൺഗ്രസ്സുകാർ. അങ്ങനെ കോൺഗ്രസ്സുകാർ നിയമവിരുദ്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾക്കും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നു. അതിൻ്റെ തിക്തഫലം കോൺഗ്രസ് ലോകത്തിലെ, അതായത് നമ്മുടെ നാട്ടിലെ രാജ്യത്തെ ജനങ്ങൾക്ക് കോൺഗ്രസ്സിൽ ഒരു പ്രതീക്ഷ അർപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അവരിൽ ഒരു കോൺഫിഡൻസ് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കാരണം രാജ്യത്തിൻ്റെ ക്ഷേമത്തിനായിട്ടോ രാജ്യത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ വികസനത്തിനായിട്ടോ ഉള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടല്ല കോൺഗ്രസ്സിലെ ഒട്ടുമിക്ക നേതാക്കളും പ്രധാന നേതാക്കളും ഒന്നും പ്രവർത്തിക്കുന്നത്. അതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത്. അവരുടെ കുടുംബാധിപത്യം നിലനിർത്തുക, അതോടൊപ്പം തന്നെ അവരുടെ സ്വജനപക്ഷപാതപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് മാത്രമാണ് കോൺഗ്രസിൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. മാത്രമല്ല ഇസ്ലാമിസ്റ്റുകളെ തൃപ്തിപ്പെടുത്തുക എന്നതും കൂടി കോൺഗ്രസിൻ്റെ പ്രധാന അജണ്ടകളിൽ ഒന്നല്ലേ?
അല്ല, അതങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. നേരത്തെ പറഞ്ഞ പോലെയുള്ള വ്യക്തിപരമായിരിക്കുന്ന താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരെയൊക്കെ കൂട്ടുപിടിക്കണമെന്ന് ഓരോരുത്തരും തീരുമാനിക്കുകയാണ്. ഓരോ നേതാവും തീരുമാനിക്കുകയാണ്. KPCC പ്രസിഡന്റ് തീരുമാനിക്കുന്നു, മറ്റൊരു MLA തീരുമാനിക്കുന്നു. എൻ്റെ നാട്ടിൽ ആരായിട്ട് കൂട്ടുപിടിച്ചാൽ ഏത് തീവ്രവാദികളുടെ വോട്ട് കിട്ടിയാലും എനിക്ക് അഡീഷണൽ വോട്ടാണ്, എനിക്ക് ജയിക്കാൻ സാധിക്കും എന്നിവർ തീരുമാനിക്കുകയാണ്. ആ തീരുമാനത്തെ സത്യത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് നയമില്ല. ഒരു നയം കോൺഗ്രസിന് ഒരു വിഷയത്തിൽ സംബന്ധിക്കുന്നുമില്ല. കോൺഗ്രസിന് ഈ നാടിന്റെ വികസനത്തിൽ യാതൊരു താല്പര്യവുമില്ല. ഗാന്ധിയിൽ നിന്ന് അകന്നു നിന്നതാണോ കോൺഗ്രസിന്റെ പോരായ്മ? അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ മരണത്തിന് തൊട്ടു മുമ്പായിട്ട് 1964 ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു മധുരയിൽ. അതിന്റെ വൈസ് ചാൻസലർ മലയാളിയായിരിക്കുന്ന G. രാമചന്ദ്രനാണ്. ഈ G. രാമചന്ദ്രന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ നെയ്യാറ്റിൻകരക്കാരനാ. ഞാൻ ഇവിടെ നല്ലൊരു വിദ്യാലയം നടത്തുന്നുണ്ട് അദ്ദേഹം. ആ വിദ്യാലയം നടത്തിയിരുന്ന ആള് അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിയാണ്. ഈ G. രാമചന്ദ്രൻ തുടങ്ങിയിരിക്കുന്ന ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ കൂടിയായിട്ടുള്ള ആ യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും പറഞ്ഞു, ഗാന്ധിയിൽ നിന്ന് അകന്നതാണ് ഇന്ത്യക്കും കോൺഗ്രസിനും പറ്റിയ ഏറ്റവും വലിയ തകരാറെന്ന്. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ 2 മാസക്കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അവിടെ മധുരയിൽ നടത്തിയുള്ള പ്രസംഗത്തിൻ്റെ ആ പ്രസംഗം പഠിക്കാനുണ്ട്. ആ പ്രസംഗം എനിക്ക് തോന്നുന്നു PGക്കോ മറ്റോ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നതാണത്. അത് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ കോൺഗ്രസ്സിൽ തന്നെ നെഹ്റുവിനെ പോലുള്ള ചില ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിവൃത്തിയില്ല. കാരണം ബാക്കിയുള്ളവരെ സംബന്ധിച്ചൊക്കെ MLA ആവണം, MP ആവണം, മറ്റുള്ള ചില കോർപ്പറേഷനുകളുടെ ചെയർമാനാകണം ഇത്യാദി ലക്ഷ്യങ്ങളുള്ള ഒരുപറ്റം ആളുകളുടെ കൂടാരമായിട്ട് കോൺഗ്രസ് പ്രസ്ഥാനം മാറി എന്നുള്ളൊരു വസ്തുതയാണ്. അതിനൊരിക്കലും ഒരു പുനർജന്മം അതിനെ സംബന്ധിച്ചില്ല, ഒരു തിരിച്ചുവരവ് അതിനെ സംബന്ധിച്ച് പ്രയാസമില്ല. എനിക്കൊണ്ട് വരുന്ന ഇലക്ഷനുകളിൽ എല്ലാ സ്ഥലത്തും ഈ പ്രസ്ഥാനം അമ്പയെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇന്ത്യാവിരുദ്ധ നിലപാടുകളുടെ ഫലം മാത്രമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം. നമ്മൾ ഹരിയാനയിലും മഹാരാഷ്ട്രയിലൊക്കെ നമ്മളത് കണ്ടതാണ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം ഡൽഹി കൂടി വരാനിരിക്കുകയാണ്. വളരെ വലിയ രീതിയിലുള്ള ഒരു പരാജയമായിരിക്കും കോൺഗ്രസിന് സംഭവിക്കുക എന്നതാണ് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. മാത്രമല്ല 27 വർഷങ്ങൾക്ക് ശേഷം BJP വീണ്ടും അധികാരം പിടിക്കാൻ പോകുന്നു എന്നുള്ള ശുഭപ്രതീക്ഷയും കൂടി എക്സിറ്റ് പോളുകൾ നൽകുന്നുണ്ട്. BJP ഡൽഹിയിൽ കൂടി വിജയിക്കുകയാണെങ്കിൽ അതൊരു വലിയ വിജയമായിരിക്കും. അതെ അതെ. ഇതിനകത്ത് ഞാൻ BJP ജയിക്കോ CPM ജയിക്കോ എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം. പ്രധാനമായിട്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം കാലങ്ങളായിട്ട് ഇന്ത്യാവിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ട് സാധാരണക്കാരിലേക്ക് പോലും സന്നിവേശിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് കുറേയൊക്കെ അവർക്ക്. കാരണം മഹാത്മാഗാന്ധിയുടെ പിന്തുടർച്ചക്കാരാണ് എന്നുള്ളൊരു സന്ദേശമാണ് അവർ കൊടുത്തത്. സത്യത്തിൽ ഇവർ ഗാന്ധി വിരുദ്ധരാണ് കോൺഗ്രസ്സുകാർ, ഈ നാടിന് വിരുദ്ധരാണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ പതനം ഒരു സംശയവുമില്ല, ഈ നാടിൻ്റെ വിജയം തന്നെയാണ്.